അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുമായുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ ഭംഗി നടത്തിടും പൊൻകാരത്താ. ആഴലേറും ജീവിതം മാറുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമോങ്കിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. കരുതൂക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. മറുവോ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തിണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ. ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയിൽ അവൻ ശത്രുക്കയിൽ സ്വപ്പൂരം നീയാണയും വാരെയും. ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 146 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ളതെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും അരുത്. മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ മകൾ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പാട്ടുകാരൻ ഇവിടെ പാടിയതുപോലെ അഴലേറുന്ന ജീവിത മരുവിൽ ഇനി തളരുകയാണോ സഹജേ. പ്രിയ സ്നേഹിത, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിന്മണി പോലെ നിന്നെ കാത്തിടും. അന്ത്യം വരെ വഴുതാദേവൻ ഹല്ലേലൂയ താങ്ങി നടത്തിടും പൊൻകരത്താൽ. പ്രിയരെ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപപ്രവൃത്തികളിലും അകപ്പെട്ട് ഹല്ലേലൂയ ആമേൻ ഒരു കണ്ണിനും ദയയില്ലാതെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മോട് മനസ്സലിഞ്ഞ് ദൈവത്തിന്റെ വലങ്കരം തന്ന് നമ്മെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ചിരിക്കാൻ ഹല്ലേലൂയ ഈ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനുള്ള മകൾ ഭാഗ്യം തന്നതുകൊണ്ട് ഹല്ലേലൂയ നമ്മെ വിളിച്ച ദൈവം ഉണ്മയുള്ള സത്യമുള്ള ദൈവമാണ്. ഹല്ലേലൂയ നമ്മെ കണ്ണിന്റെ മണി പോലെ ഹല്ലേലൂയ നമ്മെ കാത്തു പരിപാലിക്കും അന്ത്യം വരെ. ഹല്ലേലൂയ ഇന്നും നാളെയും മാത്രമല്ല, നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഈ അഴലേറുന്ന ജീവിതം അരുവിൽ ഇനി തളരേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ നമ്മുടെ കർത്താവിനോട് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ല അതിന്മേൽ. ഹല്ലേലൂയ
കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ഹല്ലേലൂയ, ആമേൻ. കാറ്റും കോളും ഒന്നിനു പുറകെ ഒന്നായി കടലിലെ തിരകൾ ഇടിച്ചു വരുന്നത് പോലെ, ഹല്ലേലൂയ, ആമേൻ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ മധ്യത്തിലും ഒരു മഴവില്ല് നാം കാണുന്നു. ഇനി ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ, നമ്മെ കരുതുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് എന്ത് തന്നെ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വന്നാലും നാം ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ യേശു കർത്താവിനോട് അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രത്തോടുകൂടെ നാം അറിയിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ യേശു കർത്താവിന്റെ അരികിൽ കൊണ്ടുവരുവാൻ പറഞ്ഞതാണ്. ആ യേശു കർത്താവിന്റെ അരികിലേക്ക് നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി ഏൽപ്പിക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കർത്താവ് നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ, ആമേൻ, നമുക്ക് ആരിലും ആശ്രയിക്കുവാനായിട്ടില്ല. ചാരുവാൻ ഒരാൾ ആശ്രയമായി ഉണ്ടായിരുന്നു എങ്കിൽ, നമ്മുടെ ഭാരങ്ങളും നിരാശകളും കേൾക്കുവാൻ ഒരാൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ച അവസ്ഥകളിൽ മനുഷ്യരെല്ലാം മാറിപ്പോകുമ്പോൾ നമുക്ക് മാറാതെ നമുക്ക് ചാരിടുവാനായി ഒരു നല്ല നായകനായി യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടതെല്ലാം കരുതുന്നു. നാം തളരാതെ ആ സിയോൻ യാത്രയിൽ ആ നിത്യജീവൻ എത്തുവരെയും നമ്മെ വഴി നടത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരുന്നു. ഹല്ലേലൂയ. ചേലോട് തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാർ ഉണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നാലും ചായല്ലേ ഈ ലോക താങ്ങുകളിൽ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, ആമേൻ. നിത്യജീവന് വേണ്ടി ഹല്ലേലൂയ, പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ച് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തി യേശു കാണിച്ച മാതൃക പ്രകാരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ വെള്ളത്താലും ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ആമേൻ. യേശു നിക്കോദെമോസ് എന്ന പള്ളി പ്രമാണിയോട് പറയുന്നതാണ്. ആമേൻ, ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പൊ നാം സ്നാനമേൽക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ. പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ വ്യക്തി വേണം അടുത്ത യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വ്യക്തി വേണം യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കേണ്ടത്. സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ കാണുന്നതായ ജീവപുസ്തകത്തിൽ നമ്മുടെ പേർ എഴുതുവാൻ ഇടയായിത്തീരുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അപ്പൊ ഈ തീപ്പൊയ്കയിൽ ഹല്ലേലൂയ വീഴാതിരിക്കുവാൻ എത്ര വേഗം മാനസാന്തരപ്പെടുക. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പാപം ക്ഷമിച്ച് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ പിശാചി എന്തെല്ലാം തന്ത്രങ്ങൾ ഹല്ലേലൂയ നമ്മുടെ അരികിൽ കൊണ്ടുവന്നാലും നമ്മുടെ ചുടുചോര ചിന്തേണ്ടി വന്നാലും ഈ ലോകത്തിന്റെ താങ്ങുകളിൽ നാം ഹല്ലേലൂയ, ആമേൻ, ആയിപ്പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ദൈവ ഭയത്തോടെ നാം മുന്നോട്ട് പോകേണ്ടത്. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ വലങ്കരം പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ കർത്താവ് നമ്മെ ദിനംതോറും വഴി നടത്തുവാൻ ഇടയായിത്തീരും. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും
ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകൾ പോലെ നടന്നിടേണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സ്വർപ്പൂരം നീ അണയും വരെ. പ്രിയരെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോകും. അതൊരു പക്ഷേ രോഗമാകാം, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥയാകാം, കഷ്ടതയാകാം, പ്രയാസമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങളാകാം. ഹല്ലേലൂയ. ഇപ്രകാരമുള്ള കയ്പുള്ള അനുഭവങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, ശത്രു നമ്മെ അതിനുവേണ്ടി ഹല്ലേലൂയ അതിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ നിത്യത നഷ്ടമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ പിശാചിന് നമ്മോടുള്ളൂ. ഹല്ലേലൂയ. കയ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടേണം. ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മെ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുത്താതെ നമ്മെ നിത്യജീവനായ സ്വർപ്പുരം ഹല്ലേലൂയ ആ സിയോൻ നഗരിയിൽ കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കയ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടേണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സ്വർപ്പൂരം നീ അണയും വരെയും. ഹല്ലേലൂയ. ആമേൻ. യോസേഫിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ അനവധി കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വന്നു. എന്നാൽ അതിലൊന്നും ഹല്ലേലൂയ ദൈവത്തെ തള്ളിക്കളയാതെ മുറുകെ പിടിച്ചതുകൊണ്ട് ഒരു മന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് ആ വ്യക്തിയെ ഹല്ലേലൂയ സാധിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയാലും ആമേൻ രാജാവിന്റെ കൊട്ടാരത്തിൽ അടിമയായി പിടിച്ചുകൊണ്ടുപോയതാണ്. എന്നാൽ ഹല്ലേലൂയ സൗന്ദര്യവും ബുദ്ധിശക്തിയും അതിസാമർഥ്യവുമുള്ള ഹല്ലേലൂയ യഹൂദൻ ബാലന്മാരെ കണ്ടപ്പോൾ ഹല്ലേലൂയ ആ രാജാവ് അവരെ തിരഞ്ഞെടുത്ത് ആ കൊട്ടാരത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. എന്നാൽ രാജാവ് കൊടുക്കുന്നതായ ഭക്ഷണങ്ങൾ, രാജാവിന്റെ മേശയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ, വീഞ്ഞ് അതുപോലുള്ള സമൃദ്ധിയായ ആഹാരങ്ങൾ നൽകി ശരീരം പുഷ്ടിപ്പെടുത്തുവാനായി രാജാവിന്റെ കൽപ്പനയാണ്. എന്നാൽ ദാനിയേൽ പറയുന്നത് ഹല്ലേലൂയ ആമേൻ ഈ അന്യ ദൈവങ്ങൾക്ക് വെച്ചതായ ആഹാരങ്ങൾ കഴിക്കാതെ തന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തോട് 3 നേരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദാനിയേൽ മുന്നോട്ട് പോയപ്പോൾ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ച് ഹല്ലേലൂയ ആമേൻ മറ്റു വ്യക്തികളെക്കാൾ ശ്രേഷ്ഠരായി അവരെ കാണുവാനിടയായി തീർന്നു. സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഒരു ഞെരുക്കവും പ്രയാസവും ഹല്ലേലൂയ എല്ലാവരാലും ഒറ്റപ്പെടുന്ന അവസ്ഥയൊക്കെ കടന്നു വരുന്നു. എങ്കിലും കർത്താവ് നമ്മെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ ശ്രേഷ്ഠവും മാന്യവുമായി നമ്മെ ഉയർത്തുവാനിടയായി തീരുന്നു. ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്ക് കടന്നു പോകാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എങ്ങനെയുള്ളവരിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? പാപമില്ലാതെ ആമേൻ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നീതിമാനായിരുന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തി വേണം ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. പ്രകാരം നീതിമാനായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയത്ത് മറുപടി നൽകി മാനിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ആമേൻ. ആയതിനാൽ നാളുകളിൽ ദിനംതോറും യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നപ്പ. നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി
നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം കർത്താവെ. അനവധി കഷ്ടതകളിലൂടെ കയ്പ് വെള്ളം കുടിക്കുന്ന ഹല്ലേലൂയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പ്രിയ മക്കളെ, ഹല്ലേലൂയ, ശത്രുവിന്റെ കയ്യിൽ പിശാചാരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ വചനമാകുന്ന സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഹല്ലേലൂയ വചനമാകുന്ന വാളെടുത്ത് ഹല്ലേലൂയ ആമേൻ ശത്രുവിനോട് പോരാടുവാൻ ആവശ്യമായ ദൈവകൃപ സകല ജനത്തിന്റെ മേലും പകരണം കർത്താവേ. അവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരുന്നു. എന്നാൽ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. യേശു കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഹല്ലേലൂയ കർത്താവിന്റെ വായ്മൊഴികൾ കേട്ട് ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിച്ചതുപോലെ നാം നാളുകളിൽ കർത്താവിന്റെ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത് അതിന് പ്രകാരം ജീവിപ്പാന്റെ കൊണ്ട് എല്ലാ മക്കളെയും സഹായിക്കണം. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയത്തക്ക നിലകളിൽ ദൈവം ഞങ്ങളെല്ലാം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകണപ്പ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കണം കർത്താവ്. എല്ലാ രോഗക്കെട്ടുകൾ അഴിക്കണപ്പ, ശാപക്കെട്ടുകൾ അഴിക്കണം നാഥ. ദൈവത്തോട് അടുക്കുവാൻ കഴിയാതവണ്ണം ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പലവിധ ചിന്തകളാൽ പലവിധ പാപ പ്രവൃത്തികളാൽ ഹല്ലേലൂയ ജനത്തെ വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ടന്റെ പോരുകളിൽ നിന്നും ദൈവത്തിന്റെ മക്കളെ എല്ലാം അങ്ങ് വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രക്തത്താലും വചനത്താലും കഴുകണമേ, ശുദ്ധീകരിക്കണപ്പ. ദിനംതോറും ശുദ്ധീകരണത്തോടെ ദൈവത്തോട് അടുത്തു വരുവാൻ അങ്ങ് സഹായിക്കണപ്പ. അനുഗ്രഹിക്കും മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചോളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.